ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് എറണാകുളം കറങ്ങാനായിട്ട് പോവാണ്. അപ്പം ഞാൻ പോകുന്നത് അമ്മുവിൻ്റെയും ചേച്ചിയുടെയും കൂടെ ബസ്സിനാണ് പോകുന്നത്. അപ്പം ചേച്ചിയുടെ ആഗ്രഹപ്രകാരമാണ് കലൂര് പള്ളിയിലേക്കാണ് ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ പ്രത്യേക ദിവസം. പക്ഷെ ഞങ്ങൾ പോയത് ചൊവ്വാഴ്ചയല്ല. ചൊവ്വാഴ്ച പോകാത്തത് വേറൊന്നും കൊണ്ടല്ല, തിരക്ക് കാരണം പിന്നെ നമ്മൾ തിരിച്ചെത്തുന്നത് ഒരു സമയത്തായിരിക്കും. അങ്ങനെ കലൂരിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ബസ് കയറി പോവാണ്. അപ്പോൾ ബസ്സിലിരുന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ബസ് ഇറങ്ങി പള്ളിക്കരികിലെത്തി. അപ്പം പള്ളിയിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പം എൻ്റെ നാട്ടിലും ഉണ്ട്, കോട്ടയത്ത് നാഗമ്പടം പള്ളിയുണ്ട്. അതും ചൊവ്വാഴ്ച വിശേഷപ്പെട്ട ദിവസമാണ്. അവിടെയും ഇതുപോലെ തന്നെയാണ്. ആ സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയുള്ള പള്ളിയാണ് ഈ കലൂര് പള്ളി. അപ്പം ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറാനായിട്ട് പോവാണ്. ഇത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന വശത്തുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ അകത്തേക്കുള്ള വ്യൂ ഒന്നും എടുത്തില്ല, കാരണം അതൊന്നും നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനതൊന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ മെഴുകുതിരി മേടിച്ചത്. അപ്പം മെഴുകുതിരി മേടിച്ചിട്ട് അത് ഞങ്ങൾ കത്തിക്കാനായിട്ട് പോവാണ്. അപ്പം അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ വിശന്നായിരുന്നു. അപ്പം വിശന്നത് കൊണ്ട് തന്നെ ഒരു ബിരിയാണി കഴിച്ചേക്കാന്ന് ഓർത്ത് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയത്. ഞങ്ങളാണ് ആദ്യമത്തെ കസ്റ്റമർ. 12:30 ആയപ്പോഴേ വിശന്നത് കൊണ്ട് ഇവരുടെ ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ ഞങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ നല്ല ചിരിച്ചാണ് സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർ ആദ്യമേ പ്ലേറ്റൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ ഫുഡിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത്. അവൾക്ക് വെജ് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. കാരണം അവളുടെ വീട്ടിൽ അവളുടെ ചേട്ടൻ മലയ്ക്ക് പോകാൻ മാറിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അവർ നോയമ്പിലാണ്. അതുകൊണ്ട് പാവം ഞങ്ങളുടെ അടുത്തിരുന്ന് മണത്തിരുന്ന് വെജ് ഫ്രൈഡ് റൈസ് ഇരുന്ന് കഴിക്കുമായിരുന്നു. പാവമുണ്ട്. അവൾക്ക് ഇഷ്ടമാണ് ബിരിയാണി. അപ്പം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് പാവം ഇതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പം ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവളെന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി റോഡിലേക്ക് ഇറങ്ങുവാണ്. അപ്പം മറൈൻ ഡ്രൈവിലേക്കാണ് ഇനി അടുത്തത് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായിട്ടാണ് പോയത്. അപ്പം ഇവർ രണ്ടുപേരുമായിട്ട് പോയില്ല. അപ്പം ഞങ്ങൾ വെറുതെ അതിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് ഓർത്ത് മറൈൻ ഡ്രൈവിലേക്ക് വന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ട്രിപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം എറണാകുളം വരെ വന്നെങ്കിലും ഞങ്ങൾ 3 പേരും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഞങ്ങൾ ചിരിച്ചു, ഒത്തിരി കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടേതായ എൻജോയ്മെൻറ്റിൽ ഞങ്ങൾ നടക്കുമായിരുന്നു. കാരണം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മുടേതായ ഒരു എൻജോയ്മെൻ്റൊക്കെ കണ്ടെത്തി എപ്പോഴും ഒരു ഫ്രീ മൈൻഡോടുകൂടി ഇരിക്കണം എന്നാണ് എനിക്കിഷ്ടം. എനിക്കെപ്പോഴും മനസ്സ് സന്തോഷമാക്കി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നെഗറ്റീവ് ഉള്ളിടത്തു നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം സത്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായ എൻജോയ്മെൻറ്റ് കണ്ടെത്തി ഞങ്ങൾ അതിലിങ്ങനെ സന്തോഷിച്ച് ചിരിച്ചൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവൾ ക്യാമറയിൽ വരത്തില്ല, കാരണം അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഇതുവരെ അതിനകത്ത് അവളുടെ ഫേസ് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് അവളുടെ സ്പെഷ്യൽ ഡേയ്ക്ക് അവൾ റിവീൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ആ സമയത്തെ അവൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും എടുക്കാത്തത് അതിലേക്ക്. കാരണം അവളുടെ ചാനലിൽ അവൾ വരട്ടെ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെയാണ് കൂടുതലും കളിയാക്കിയത് കേട്ടോ. ഇന്നത്തെ വരെ അവളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അതിലിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകണം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സൗകര്യം വെക്കുന്ന പോലെ ഞങ്ങൾ 3 പേരും ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങാനൊക്കെ പോകും. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ ബസ് കയറാനായിട്ട് പോയത്. അപ്പോൾ ബസ് കയറാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഒരാളെ കണ്ടു.
ഇത് ജിഷ വധക്കേസിനകത്തെ ജിഷയുടെ അമ്മയാണ്. പുള്ളിക്കാരി അതിലേക്കൂടെ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിറ്റ് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി നേരെ വന്നത് വൈപ്പിനാണ്. അപ്പോൾ വൈപ്പിൻ ഭാഗമൊക്കെ എന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളവിടെ ഒരു ആവശ്യത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നെ ഈ ഭാഗമൊക്കെ ഞാനിവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ഭാഗത്തൊരു പള്ളിയുണ്ട്. അപ്പം അത് ചില സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ പള്ളി കാണിക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലേക്കൂടെ കായലിൽ കൂടെ കപ്പൽ പോകുന്നുണ്ടായിരുന്നു, ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഈ ബോട്ട് സർവീസൊക്കെ നടത്തിയും ടൂറിസ്റ്റുകളൊക്കെ പോകുമ്പോൾ പാട്ടും ഓരോ കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടാണ് ബോട്ടിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ അവിടെ ഒരു ചെറിയ പാർക്കിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു നശിച്ച രീതിയിലാണ് കാണുന്നത്. കാരണം എനിക്കൊന്നും നേരത്തെ ഉണ്ടായിരുന്നു, പിന്നീട് ആൾക്കാർ വരാതായി അതവിടെ കിടന്ന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതിലെ വെറുതെ കയറി എൻ്റെതായ ഒരു എൻജോയ്മെൻറ്റ്, കാരണം അതിനകത്ത് ആരും കയറാനൊന്നും വരുന്നില്ല. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആഗ്രഹമുള്ള സമയത്ത് നമുക്കതിലൊന്നും കയറാനും പറ്റില്ല. അപ്പം ഇപ്പം കയറാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതിലെല്ലാം കയറി ഇങ്ങനെ ഒരു സന്തോഷിച്ചർമാദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് അതിലിങ്ങനെ ഒരു കപ്പലൊക്കെ പോയി. ഇത് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലാണെന്ന് തോന്നുന്നു. അപ്പം അതിനോട് ചേർന്ന് തന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നേരെ കാണുന്നത് കായലാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരുടെയും സിംഗിൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കൂട്ടം കൂടി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് ഞങ്ങൾ ചിരിച്ചു കേട്ടോ. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കാണിച്ചു കൂട്ടിയ കാട്ടായങ്ങളൊക്കെ പറയണ്ട, ഓരോന്നൊക്കെ കാണിച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ചാട്ടങ്ങൾക്ക് ശേഷം കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. അപ്പം ആ ചാട്ടത്തിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് പഴംപൊരി ഒരു പാത്രം നിറച്ചാണ് കൊണ്ട് തന്നത്. അപ്പം അതൊക്കെ കുടിച്ചും കഴിച്ചും നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബായ്.